Most welcome to the most wanted. ഇന്ന് നമ്മുടെ സംസ്ഥാനം അതിദരിദ്രമുക്തം ആയി മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിക്കുകയാണ്. നിയമസഭയിലെ പ്രഖ്യാപനത്തിന് പുറമെ നാട്ടിലാകെ പായസം വിതരണം ചെയ്യാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയ പായസം വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ നാട്ടിലും നമ്മളോട് അടുപ്പമുള്ള പാർട്ടിക്കാർ പായസം കുടിക്കാൻ വിളിച്ചു. ഞാനത് സ്നേഹപൂർവ്വം നിരസിച്ചു. പായസം വളരെ ഇഷ്ടമുള്ള ഒരു ഭോജ്യമാണെങ്കിലും അത് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇക്കാലയളവിൽ 64,006 അതിദരിദ്ര കുടുംബങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. 2021 വീണ്ടും അധികാരത്തിൽ വന്ന പിണറായി ഗവൺമെൻറ്റാണ് ഈ പ്രഖ്യാപനം നടത്തി കേരളത്തെ അതിദരിദ്ര മുക്തമാക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ അതിദരിദ്ര മുക്തമാക്കുന്നതിന് അതിദരിദ്രരെ പിടിക്കുന്നതിന് പ്രധാനമായും മാനദണ്ഡമായി സ്വീകരിക്കേണ്ടുന്ന ആഹാരം, അഭയം അഥവാ പാർപ്പിടം, ആരോഗ്യം, ജീവനോപാധി എന്നീ 4 ക്ലേശ ഘടകങ്ങളാണ് മാനദണ്ഡമായി പരിഗണിക്കേണ്ടത്. UNDP-യുടെ തത്വമനുസരിച്ച്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ തത്വമനുസരിച്ച് ഈ 4 ഘടകങ്ങളാണ് പരിശോധിക്കപ്പെടേണ്ടത്. അത് മാനദണ്ഡമാക്കിയാണ് ഈ അതിദരിദ്രരെ കണ്ടെത്തേണ്ടത്. അതിവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പ്രസക്തമായ ചോദ്യമായി ഇട്ടുള്ളത്. എന്തായാലും നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ 59,277 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കി എന്നാണ് ഈ കാലയളവിനുള്ളിൽ അദ്ദേഹം അവകാശപ്പെടുന്നത്. അതിൽ 4,421 ഏകാംഗ കുടുംബങ്ങൾ, ഒരാൾ മാത്രമുള്ള കുടുംബങ്ങൾ അവർ മരിച്ചു പോയതായും, ബാക്കി 261 പേരെ ഇൻവിസിബിൾ, കാണാൻ അദൃശ്യ ഗണത്തിൽ പെടുത്താവുന്നതും എന്ന് പറയുന്നുണ്ട്. അങ്ങനൊരു ടെർമിനോളജി തന്നെ ഈ സാമ്പിളിങ്ങിലോ സർവേയിലോ ഒന്നും ഇല്ലാത്തതാണ്. എങ്കിലും അദ്ദേഹം പറഞ്ഞു അദൃശ്യരായി കിടന്നവരെ ദൃശ്യരാക്കി 261 കുടുംബങ്ങളെ എന്നും മന്ത്രി അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആദിവാസി പട്ടികജാതി വിഭാഗങ്ങളാണ് ഈ 64,006 ഏറിയ കൂറും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാകാൻ ഇടയില്ല. അതിൽ ആദിവാസികളുടേതെന്ന് പറഞ്ഞാൽ ബീഭത്സമായിട്ടുള്ള അവസ്ഥയിലാണ്. ഏതാണ്ട് 1,50,808 പേർ കഴിയുന്നത് വയനാട് ജില്ലയിൽ മാത്രമാണ്. അത് മൊത്തം ആദിവാസി ജനസംഖ്യയുടെ 35.85%. രണ്ടാമത് ഇടുക്കി ജില്ലയിലാണ് 52,565 പേർ, 12.38%. മൂന്നാമത് കാസർഗോഡ് ജില്ലയിലാണ് 47,603, 11.7%. ഈ ജനവിഭാഗങ്ങളിൽ എത്ര പേർക്ക് എത്ര ശതമാനത്തിന് ദാരിദ്ര്യത്തിൽ മുക്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാക്കണം. അങ്ങനെ വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടും ഇതുവരെ പുറത്തിറക്കിയിട്ടല്ല ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തുന്നത് എന്നുള്ളതാണ് ഏറെ വിരോധാഭാസം എന്ന് പറയുന്നത്. അപ്പം ഈ എക്സ്ട്രീംലി പോവർട്ടി, അതായത് അതിദാരിദ്ര്യ എക്സ്ട്രീംലി പോവർട്ടി എറാഡിക്കേഷൻ പ്രോഗ്രാം, EPEP എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി. അതിനോടൊപ്പം തന്നെ DFK, ഡെസ്റ്റിറ്റ്യൂട്ട് ഫ്രീ കേരള എന്ന് പറയുന്ന അഗതി രഹിത കേരള പദ്ധതി.
ഈ രണ്ട് പരിപാടികളാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ ഇതിനെ സംബന്ധിച്ച് ആധികാരികമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ഒരു മെത്തഡോളജിയും സ്വീകരിച്ച് കാണുന്നില്ല എന്നുള്ളതാണ്. ഒരു സർവേ നടത്തുന്നതിന് എന്താണ് മാനദണ്ഡം? ആരും സർവേ നടത്തി? എവിടെ നടത്തി? മന്ത്രി പറയുന്നത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, പഞ്ചായത്ത് ഭരണക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ പരിശീലനം നൽകുന്ന സ്ഥാപനം 4 ലക്ഷം പേർക്ക് വേണ്ടി ആണ് ഇതിനു വേണ്ടി പരിശീലനം നൽകിയെന്നാണ് പറയുന്നത്. ജനപ്രതിനിധികൾക്കും സന്നദ്ധ സംഘടന പ്രവർത്തകർക്കും ഒക്കെ ആയിട്ട് അതിനുവേണ്ടി പ്രത്യേകം നോട്ട് പുസ്തകം, കൈപ്പുസ്തകം തയ്യാറാക്കി, ഹാൻഡ് ബുക്കും ഗൈഡൻസും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ തയ്യാറാക്കുന്നുണ്ട്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഇതെല്ലായിടത്തും വ്യാപകമായി നടത്തിയത് കിലയാണോ? കിലയുടെ റിപ്പോർട്ടാണോ ഇത്? കിലയുടെ സർവേ ആണോ ഇത് എന്ന് പറയാൻ മന്ത്രിക്കും കഴിയുന്നില്ല, ഗവൺമെൻറ്റിനും കഴിയുന്നില്ല, കിലയ്ക്ക് പോലും കഴിയുന്നില്ല. കില കുറച്ച് പേരെ വിളിച്ചു കൂട്ടി അവിടെ പരിശീലനം കൊടുത്തിട്ടുണ്ടാവണം. പക്ഷേ ഇത് ആരുടെ കെയർ ഓഫിൽ, ആരിത് നടത്തി എന്നുള്ളത് ഒരു പ്രധാന എന്യൂമറേഷൻ ആര് നടത്തി, അതിൻ്റെ വാല്യുവേഷൻ ആര് നടത്തി, അതിൻ്റെ വാലിഡേഷൻ ആര് നടത്തി, ആര് ഇതിൻ്റെ എണ്ണമെടുത്തു, എങ്ങനെ അത് മൂല്യനിർണ്ണയം ചെയ്തു, എങ്ങനെ അത് സാധൂകരിച്ചു. യഥാർത്ഥത്തിൽ ഒരു എക്സ്റ്റേണൽ വാല്യുവേഷൻ ഇല്ലാതെയും വാലിഡേഷൻ ഇല്ലാതെയും ഒരു ഫൈൻഡിങ്സും ഒരു സർവേ ഫലവും ശാസ്ത്രീയമെന്ന് പറയാനോ അവകാശപ്പെടാൻ കഴിയില്ല. എന്തായാലും നമ്മുടെ മന്ത്രി ഇത്രയും അവകാശവാദം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പൊതുസമൂഹവും സമൂഹത്തിലെ ബുദ്ധിജീവികളും ഈ സർവേയെയും ഈ കണ്ടുപിടുത്തത്തെയും ഈ പ്രഖ്യാപനത്തെയും അപഹാസ്യമായി തള്ളിയിരിക്കുകയുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ അതിദരിദ്രരെന്ന് പറയുന്നത് 2 വിഭാഗങ്ങളിലായി ഇപ്പോഴും കിടക്കുകയാണ്. AAY അന്ത്യോദയ അന്ന യോജന പദ്ധതി മഞ്ഞക്കാർഡുകാർക്ക് 5,92,000 പേര് കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ആശ്രയ പദ്ധതിയിൽപ്പെട്ട 1.5 ലക്ഷം കുടുംബങ്ങളുണ്ട്. അതോടൊപ്പമാണ് ഇപ്പോൾ ഈ EPEPയിൽ കണ്ടെത്തിയ 64,000 കുടുംബങ്ങൾ. അപ്പോൾ അങ്ങനെ മൊത്തം നോക്കുമ്പം 7.5 ലക്ഷം കുടുംബങ്ങൾ കേരളത്തിൽ ഇങ്ങനെ അതിദരിദ്ര അവസ്ഥയിലുണ്ട് എന്നുള്ള കണക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് വളരെ സൂക്ഷ്മമായ കണക്ക് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ അന്ത്യോദയ അന്നയോജന ആശ്രയ പദ്ധതികൾക്ക് കണ്ടെത്തിയ ആളുകളെ തീരുമാനിച്ചത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ അതിദരിദ്ര നിർവചന വിധിപ്രകാരമാണ്. അതിനൊരു ആധികാരികമായ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണത്. അതുകൂടാതെയാണ് ഇപ്പോൾ അതിദരിദ്രരെ കണ്ടുപിടിച്ച് അതിദരിദ്ര മുക്തകളാക്കും എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ 64,006 പേർ അതിദരിദ്രരെന്നുള്ള നിർവചനത്തിൽ വരുന്നവരല്ല. അഗതികളെന്ന് പറഞ്ഞാൽ അഗതി രഹിത കേരളമാക്കി എന്ന് പറഞ്ഞാൽ അത് ശരിയാവും. പക്ഷേ അത് അതിദരിദ്ര കേരളമാക്കി എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഈ മഞ്ഞക്കാർഡുകളെല്ലാം അനുവദിച്ചിരിക്കുന്ന കേന്ദ്രം അതിൻ്റെ സൗജന്യമെല്ലാം റദ്ദാക്കിയാൽ എന്ത് ചെയ്യും? മഞ്ഞക്കാർഡ് ലഭിക്കുന്നത് 5,92,182 ആളുകൾക്ക്, കുടുംബങ്ങൾക്കാണ്. കേന്ദ്രം അനുവദിക്കുന്ന സൗജന്യ പൊതുവിതരണ ശൃംഖലയിലൂടെയാണ് അവരുടെ ഉപജീവനം. നിങ്ങളുടെ സംസ്ഥാനം അതിദരിദ്രമല്ലാതായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കേന്ദ്രം അത് നിർത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു പ്രഖ്യാപനം തന്നെ നടത്താൻ കഴിയുമോ എന്നുള്ളതും വേറൊരു പ്രശ്നമാണ്. എന്തായാലും ഇത് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ, ഈ കണ്ടെത്തലുകൾ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അനുസരിക്കുന്ന മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയെ സംബന്ധിച്ചുള്ള നിർവചനങ്ങൾ, ഓക്സ്ഫോർഡ് അതല്ലെങ്കിൽ നാഷണൽ സർവേ സാമ്പിൾ അസോസിയേഷൻ അല്ലെങ്കിൽ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ NFHS എന്നീ ഏജൻസികളിലൊക്കെയാണ് ഇത് നടത്തേണ്ടത്. എവരാരും ഇത് പറയുന്നില്ല.
ഇവരാരുമല്ല നടത്തിയിട്ടുള്ളത്. എന്തായാലും UNDP-യുടെ കണക്കനുസരിച്ച് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ, സന്തുലിത വികസന ലക്ഷ്യത്തിലെ ഒന്നാമത്തെ കോർ പോയിൻ്റായിട്ടുള്ള ടാർഗറ്റ് നമ്പർ 1 ആണ് അതിദരിദ്ര മുക്തി എന്ന് പറയുന്നത്. അത് നേടുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നേടി എന്നാണ് കേരളം ഇന്ന് അവകാശപ്പെടാൻ പോകുന്നത്. അതേ അവസരത്തിൽ ദാരിദ്ര്യമുക്തിയിൽ, കേവല ദാരിദ്ര്യമുക്തിയിൽ 1-ാം സ്ഥാനത്ത് പോലും എത്തിയിട്ടില്ല. കേരളത്തിന് മുകളിലായി 1-ാം സ്ഥാനത്തുള്ളത് തമിഴ്നാടാണ്. അതിന് തൊട്ട് താഴെ തെലുങ്കാനയാണ്. തമിഴ്നാട്ടുകാർ നല്ലോണം അധ്വാനിക്കുന്നവരാണ്. ഇറങ്ങിപ്പുറപ്പെട്ട് എന്ത് ജോലിയും ചെയ്ത് ആക്രി പറക്കിയാലും അവർ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവിടെ ദാരിദ്ര്യമില്ല. അപ്പോൾ തമിഴ്നാടാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന റേഷ്യോയിൽ ഒന്നാമതുള്ളത്. പിന്നീട് തെലുങ്കാനയാണ്. 3-ാമതാണ് കേരളം. ദാരിദ്ര്യമുക്തിയില്ലെങ്കിലും, കേവല ദാരിദ്ര്യമുക്തിയില്ലെങ്കിലും 1-ാം സ്ഥാനത്തെത്താതെ അതിദാരിദ്ര്യ മുക്തി ആർജിച്ചു എന്ന് അവകാശപ്പെടുന്നത് വെറും രാഷ്ട്രീയ തട്ടിപ്പാണ്. ഇതാണ് ഇവിടുത്തെ ബുദ്ധിജീവികളും വികസന വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇതൊരു അഗതികളുടെ ലിസ്റ്റാണെന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ ശരിയാണ്. ഇതിൻ്റെ കണക്കെടുപ്പും മറ്റു കാര്യങ്ങളുമൊക്കെ നോക്കിയാൽ നാട്ടിലെ രാഷ്ട്രീയ വ്യവസ്ഥയനുസരിച്ച് അവരെടുത്ത കണക്ക് മേലോട്ട് കൊടുത്തു. അത് ഇങ്ങനെ ആണ് 64,006 എന്ന് കണ്ടുപിടിച്ചിരുന്നത്. അല്ലാതെ ഇതൊരു ശാസ്ത്രീയമായ സർവേയുടെയോ കണക്കെടുപ്പിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള കണ്ടുപിടുത്തമായിട്ടോ ഒരു പരിപാടിയായിട്ടോ നിർമ്മാർജ്ജനമായിട്ടോ ഒരു പ്രഖ്യാപനമായിട്ടോ വന്നാൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള അവസ്ഥ വരും എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഈ അതിദാരിദ്ര്യത്തെ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വികസന വിദഗ്ധൻ്റെ, അമർത്യ സെന്നിൻ്റെ, അല്ലെങ്കിൽ ഒരു നോബൽ ജേതാവായിട്ടുള്ള യൂനുസ് കുഞ്ഞിൻ്റെ, ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അമർത്യ സെൻ, ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഇത് ഉദ്ഘാടനം അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്തുന്നതിന് പകരം ഇതിനെക്കുറിച്ച് എലിയും ട്രാൻസ്പോർട്ടും തിരിച്ചറിഞ്ഞുകൂടാത്ത കമലഹാസനെയും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കൊണ്ടുവന്നത് മാമാങ്കം നടത്തേണ്ട കാര്യം എന്താണ്? അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് പരസ്യമാണ്, PR വർക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന അതിബുദ്ധിമാന്മാർ കണ്ടുപിടിച്ചതാണ് ഈ അതിദരിദ്രമുക്ത കേരളം. അതൊരു PR വർക്കിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഇപ്പോഴും കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ആദിവാസികളും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളും അല്ലാത്ത സാധാരണക്കാരായ പാവങ്ങളും ഇവിടെ ഇന്നും അതിദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതിനകത്ത് സങ്കുചിത താല്പര്യമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം. മോസ്റ്റ് വാണ്ടഡ്.